ഹലോ, ഇത് ആക്ച്വലി അപ്ലോഡ് ആകുമെന്ന് ഉറപ്പില്ലാത്ത ഒരു വ്ളോഗാണ്. ആൻഡ് വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ഇന്നിപ്പോൾ 23-ാം തീയതിയാണ് ആക്ച്വലി ഇത് ഷൂട്ട് ചെയ്യുന്നത്. ആൻഡ് ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടീസ് ഉണ്ട്. ആൻഡ് കുറേ ആയി ഞാനൊരു വ്ളോഗ് ക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റേഷൻ തുടങ്ങണം, വീഡിയോ ഡോക്യുമെന്റേഷൻ തുടങ്ങണം എന്നുള്ളത് ഒരു മൈൻഡിലുള്ളത്. ആൻഡ് ഞാൻ വിചാരിച്ചു ജസ്റ്റ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ആൻഡ് ഇതിൽ വാല്യൂ കിട്ടും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊന്നല്ല, വാല്യൂ ഉണ്ടാവാൻ വളരെ സാധ്യത കുറവാണ്. എന്നാൽ ഇന്നും നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് കുറച്ച് പരിപാടീസ് അല്ലെങ്കിൽ ഒരു വർക്ക് മോഡ്, ഒരു വർക്ക് സ്ട്രീക്ക് എടുത്തുകൊണ്ടിരിക്കുക ഞാൻ. ആൻഡ് അത് ജസ്റ്റ് ഷോക്കേസ് ചെയ്യാന്നുള്ളതാണ്. ആൻഡ് ഇന്ന് ഉച്ചയ്ക്ക് ഏകദേശം വർക്ക് സ്ട്രീക്ക് തുടങ്ങിയതാണ്. ആൻഡ് ഇത് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ്, ആൻഡ് ഇപ്പോൾ ഒരു പോഡ്കാസ്റ്റ് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ് ഇന്നൊരു മീറ്റിംഗ് കൂടിയുണ്ട്. ആൻഡ് ആ മീറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പുറത്തൊരു കഫേ പോയി ഒരു നൈറ്റ് കുറച്ച് നേരം കൂടി വർക്ക് ചെയ്യാനുള്ളൊരു മൈൻഡാണ് ഇപ്പോൾ ഉള്ളത്. ആൻഡ് നാളെ മോർണിംഗ് കുറച്ച് മീറ്റിംഗ്സും കുറച്ച് പരിപാടീസും ഒക്കെ ഉണ്ട്. ആൻഡ് ഇപ്പോൾ കറൻലി ഉള്ളത് കാലിക്കറ്റ് ആണ്. കാലിക്കറ്റ് ഇക്കോം ഹൗസിലാണ്. ആൻഡ് കറൻലി ഇപ്പോൾ ഇവിടെ ഇരുന്നിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു മീറ്റിംഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു വ്ളോഗിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ഡോക്യുമെൻറ്റേഷൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആൻഡ് ഈ കോൺസെപ്റ്റ് ആക്ച്വലി എനിക്ക് കിട്ടിയത് ഷാമിലിൻ്റെ എന്നാണ്. ഞാൻ ഷാമിൽ ആരാന്ന് അറിയില്ല വെച്ചാൽ ബ്ലോലിൻ്റെ co-founder-ആണ്. ആൻഡ് ഷാമിൽ ചെയ്യുന്ന ഒരു സംഭവം ജസ്റ്റ് ഡോക്യുമെൻ്റ് ചെയ്യാണ്, ഹിസ് ജേർണി വീക്ക്ലി ഡോക്യുമെൻ്റ് ചെയ്യാണ്. ആൻഡ് ആഫ്റ്റർ 5 years കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് കുറച്ച് അടിപൊളി പരിപാടിയായിരിക്കും. കാരണം ഈ ഒരു ജേർണി പ്രോപ്പറായിട്ട് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ ഈ ഉദ്ദേശം ഈ സെയിം സാധനം തന്നെയാണ്. ആഫ്റ്റർ 5 years or 3 years നമുക്ക് കഴിഞ്ഞ് നോക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർ സംതിങ് ബിൽഡ് ചെയ്ത ശേഷം ആ ഒരു ജേർണി ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതൊരു കാലത്ത് നമുക്ക് നോക്കുമ്പോഴും എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തത് നമുക്ക് മൈൻഡിലുണ്ടാവും, അല്ലെങ്കിൽ നല്ല രസമായിട്ടുണ്ടാവും. ആൻഡ് ആ ഒരു എയിമാണ്. ആൻഡ് നൗ ഞാനൊരു മീറ്റിങ്ങിന് കയറാൻ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടീസും കാര്യങ്ങളൊക്കെ കാണിക്കാം. ആക്ച്വലി നമ്മൾ തിരിച്ച് ഷൊർണൂരെത്തി. ആൻഡ് ഇന്ന് മോർണിംഗ് ആണ് എത്തിയത്. ആൻഡ് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് കുറച്ച് വർക്കും കാര്യങ്ങളും ഉണ്ട്. ഇപ്പോൾ ഫസ്റ്റ് ഒരു ഉച്ചവരെ വർക്കും കാര്യങ്ങളും ഉണ്ട്. 1-2 മീറ്റിംഗ്സ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ ചെറുപ്പളശ്ശേരി ഒരു സ്ഥലത്ത് പോകാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി വന്നത്. ആൻഡ് അത് കഴിഞ്ഞാൽ നമ്മൾ നേരെ തൃശ്ശൂർ പോകും. ഒരാളെ മീറ്റ് ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു ഓഫീസും പരിപാടിയൊക്കെ നോക്കുന്നുണ്ട്. ആൻഡ് നമ്മളത് നോക്കിക്കഴിഞ്ഞ് ചിലപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വന്ന് നാളെ ആയിരിക്കും കോഴിക്കോട് പോകുക, അല്ലെങ്കിൽ നേരെ അവിടുന്ന് കോഴിക്കോട് വണ്ടി വരും. അതാണ് ഇപ്പോൾ കറൻലി ഉള്ള പ്ലാന്. കംപ്ലീറ്റ് ഈ ഒരു 3 ദിവസം പ്രൊഡക്റ്റീവ് ആക്കുക, അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുക, മാക്സിമം ഔട്ട്പുട്ട് എടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഉദ്ദേശം. സത്യം പറഞ്ഞാൽ കുറച്ച് കൊല്ലം മുന്നേ, അറൗണ്ട് ഒരു 3 കൊല്ലം മുന്നേ എന്തോ ഞാൻ വ്ളോഗിങ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പോൾ പുറത്ത് കാണിക്കാൻ പറ്റൂല. കാരണം ആ ഒരു കൈൻഡ് ഓഫ് വ്ളോഗ്, അതായത് ഭയങ്കര ഒച്ചബോളമായി ചാടി നിൽക്കുന്ന വ്ളോഗ് എന്നൊക്കെ പറയില്ല, ആ ഒരു കൈൻഡ് ഓഫ് വ്ളോഗ്, പ്രാങ്ക് വീഡിയോസ്, അങ്ങനത്തെ കൈൻഡ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ അത് ചെയ്യാതെ ക്യാമറ മുന്നിൽ സംസാരിക്കാൻ ഒട്ടും പറ്റുന്നില്ല. ആൻഡ് ആക്ച്വലി അതിന് നല്ല പണിയുണ്ട്, വിചാരിച്ച പോലെയല്ല. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അവിടുന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, പിന്നെ ഇവിടെ നിന്നാണ് സംസാരിക്കുന്നത്. അത് റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡിൻ്റെ മുന്നിൽ നിന്ന് ക്യാമറ എടുക്കില്ല. അപ്പോൾ അതൊക്കെ മെല്ലെ സെറ്റ് ചെയ്ത് വരാനുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു എയിമാണ്. അതായത് ആഫ്റ്റർ 3 year ഓർ ആഫ്റ്റർ 5 year ഞാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് എൻ്റെ കരിയർ ഞാൻ ബിൽഡ് ചെയ്തത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എൻ്റെ ബിസിനസ് ബിൽഡ് ചെയ്തത്, അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അന്ന് ഒരു ഏജൻസിയോ
ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു വീഡിയോ എഡിറ്ററോ അല്ലെങ്കിൽ ഒരു കമ്പനി ബിൽഡ് ചെയ്യുന്ന ഒരാൾക്ക് എൻ്റെ ജേണി കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ട്, അത് ചെയ്യാൻ പാടില്ല, അങ്ങനത്തെ ലെസൺസ് എടുക്കാൻ വേണ്ടിയത് ആൻഡ് എനിക്ക് തന്നെ കണ്ടിരിക്കാം എങ്ങനെയാണ് ഞാൻ വന്നതെന്ന് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞാൽ. ഇതാണ് ഉദ്ദേശം. അതുകൊണ്ടാണ് ഓവർ ഒരു വ്ളോഗ് മോഡ് പിടിച്ച് അല്ലെങ്കിൽ ഭയങ്കര ചാർജ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. ഫസ്റ്റ് ടൈം ഞാൻ മാക്സിമം ഇൻക്ലൂഡ് ആക്കാൻ നോക്കും. മെല്ലെ 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 സെറ്റാക്കി വരാം. ഇപ്പം എന്തായാലും വർക്കും കാര്യങ്ങളും ഉണ്ട്. ഒരു 1 or 2 hour ഇരുന്ന് കണ്ടിന്യൂസ്ലി വർക്ക് ചെയ്യണം. ഒരു പോഡ്കാസ്റ്റിൻ്റെ വർക്കാണ്. അത് കഴിഞ്ഞാൽ നമ്മൾ ബാക്കി പരിപാടി എന്തായാലും കാണിക്കാം.